മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. അത് പ്രാർത്ഥന മാത്രമല്ല, ക്രിസ്തീയ പുണ്യപ്രവർത്തികൾ 3 ഏതൊക്കെയത്? പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം. ഈ 3 പ്രത്യേകത എന്നറിയാമോ? ഇത് മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്നതോടുകൂടി അതിന്റെ പുണ്യമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോവുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ എന്താ? മറ്റുള്ളവർ ഞാൻ പ്രാർത്ഥിക്കുന്നത് കാണണമെന്നും എന്നെ ഒരു പ്രാർത്ഥനക്കാരനായിട്ട് എന്നെക്കുറിച്ച് ഒരു നല്ലത് പറയണമെന്നും ആഗ്രഹിക്കുന്നുണ്ടോ എന്നാഗ്രഹിക്കുന്നതോടുകൂടി ആ പ്രാർത്ഥനയുടെ ബെനഫിറ്റ് ഇവിടം കൊണ്ട് തീർന്നു. ഉപവാസം ഞാൻ എടുക്കുന്നത് 4 പേരെന്ന് അറിയണം, അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടോ? ഞാൻ ചെയ്യുന്ന ധർമ്മദാനം അത് വളരെ അപകടമാണ്. ഞാൻ ചെയ്യുന്ന ചാരിറ്റി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ചെയ്യുന്ന നന്മകളെ ഫ്ലെക്സ് അടിച്ച് നാട്ടുകാർ പ്രദർശിപ്പിച്ച് വാങ്ങിച്ചവന്റെ ആത്മാഭിമാനത്തെ പോലും മുറിപ്പെടുത്തി കഴിയുമ്പോൾ എന്തോ വലുത് ചെയ്തു എന്ന് വിചാരിക്കരുത്. നെഗറ്റീവ് സ്കോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് സ്കോറിലേക്ക്. ഇതൊക്കെ കർത്താവിനെ പ്രതി ചെയ്യുക. പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം. പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ് ഈശോ, പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ഒഴിവാക്കുക. എന്താ അതിഭാഷണം? ഒത്തിരി കിടന്നങ്ങ് ബഹളം വയ്ക്കാതിരിക്കുക, ഒത്തിരി കിടന്ന് അലച്ച് പ്രാർത്ഥിക്കാതിരിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പാടെ നിങ്ങൾ ചിന്തിക്കും, എന്നാ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പ്രാർത്ഥന ബന്ധമാണ്, കർത്താവുമായുള്ള സംസാരമാണ്. ആ ബന്ധത്തെ ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ, കർത്താവിനോടൊപ്പം ആയിരിക്കുകയാണ്. ഇപ്പൊ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ഇല്ലാതാകുമ്പോഴും ആ ബന്ധം നമ്മളെ മുന്നോട്ട് നടക്കാൻ പ്രചോദിപ്പിക്കും, കർത്താവുമായുള്ള ബന്ധം. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ബന്ധത്തിൽ ആഴപ്പെടും. അതുകൊണ്ട് ആ ബന്ധത്തിലാകുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ പ്രാർത്ഥനാ ശൈലികളെ കുറച്ചൊക്കെ ഒന്ന് വിലയിരുത്തേണ്ട കാലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചു വാങ്ങിക്കുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണാറുണ്ട്. അപ്പൊ ശരിക്കും ദൈവം ആരായി? ദൈവം ഒരു കണ്ണിച്ചോരില്ലാത്ത ദൈവമാണ്. എന്ന് വെച്ചാൽ നീ കുറച്ച് നിലവിളിക്കുക അപ്പൊ തരാം എന്ന് പറയുന്നൊരു ദൈവത്തെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറെ കൂടെ ഒരു സമാധാനവും ശാന്തതയും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ ബന്ധത്തിൽ നിൽക്കുകയാണ് എന്ന് ഓർത്താൽ മതി. ആ ബന്ധമാണ് നമ്മളെ മുന്നോട്ട് നടത്തേണ്ടത്.